നമസ്കാരം. ഞാൻ മുഹമ്മദ് അഷിഖ് പി. ഒരു ഡിസൈനറാണ്. കോഴിക്കോടിൽ നിന്ന്. ഈ 10.5 മിനിറ്റ് വീഡിയോയിൽ HTML, CSS ഉപയോഗിച്ച് ഞാൻ നിർമ്മിച്ച എന്റെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് കാണിക്കാൻ പോകുന്നു. ഈ വെബ്സൈറ്റ് എന്റെ കഴിവുകൾ, പ്രോജക്റ്റുകൾ, വിദ്യാഭ്യാസം, ഇമേജുകൾ, സോഷ്യൽ മീഡിയ ലിങ്കുകൾ എന്നിവ പ്രദർശിപ്പിക്കുന്നു. മൊബൈൽ റെസ്പോൺസീവ് ഡിസൈനും ആനിമേഷനുകളും ഉപയോഗിച്ച് ഈ വെബ്സൈറ്റ് യൂസർ ഫ്രണ്ട്ലിയും ആകർഷകവുമാണ്. ഡിസൈനിൽ പുതിയവർക്കും വെബ് ഡെവലപ്മെന്റ് പഠിക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. ഈ ഡിസൈനിന്റെ പ്രാധാന്യം എന്താണെന്ന് വ്യക്തമാക്കാൻ ഈ വെബ്സൈറ്റ് ഒരു മികച്ച ഉദാഹരണമാണ്. കാരണം ഇത് ലളിതവും പ്രൊഫഷണലുമായ രീതിയിൽ ഒരു ഡിസൈനറുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നു. നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം HTML, CSS കോഡിന്റെ ഘടന നോക്കാം. HTMLൽ ബാക്ക് കോട്ട് കുറവ് ഹെഡർ കൂടുതൽ ബാക്ക് കോട്ട് കുറവ് സെക്ഷൻ കൂടുതൽ ബാക്ക് കോട്ട് കുറവ് ഫുറ്റർ കൂടുതൽ ബാക്ക് കോട്ട് എന്നിവയാണ് പ്രധാന ഘടകങ്ങൾ. ബാക്ക് കോട്ട് കുറവ് ഹെഡർ കൂടുതൽ ബാക്ക് കോട്ട് ഇൽ എന്റെ പേര് മുഹമ്മദ് അഷിഖ് പി. പൊസിഷൻ, ഡിസൈനർ, സ്ഥലം കോഴിക്കോട് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് കോട്ട് കുറവ് സെക്ഷൻ കൂടുതൽ ബാക്ക് കോട്ട് കളിൽ വിദ്യാഭ്യാസം, പ്രോജക്റ്റുകൾ, സ്കിൽസ്, ഇമേജുകൾ, സോഷ്യൽ മീഡിയയിലെ സ്വരചിഹ്നം ആവുകൾ എന്നിവ ഉൾപ്പെടുന്നു. CSSൽ ബാക്ക് കോട്ട് ലിനിയർ ഗ്രേഡിയന്റ് ബാക്ക് കോട്ട് ഉപയോഗിച്ച് ഹെഡറിന് ഒരു ഗ്രേഡിയന്റ് ബാക്ക്ഗ്രൗണ്ട് നൽകി. ബാക്ക് കോട്ട് #6A11 CB ബാക്ക് കോട്ട് മുതൽ ബാക്ക് കോട്ട് #2575 FC ബാക്ക് കോട്ട് വരെ. ബാക്ക് കോട്ട് ഡിസ്പ്ലേ ഗ്രിഡ് ബാക്ക് കോട്ട് ഉപയോഗിച്ച് പ്രോജക്റ്റ് കാർഡുകൾ ഒരു ഗ്രിഡ് ലേഔട്ടിൽ ക്രമീകരിച്ചു. ബാക്ക് കോട്ട് ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ്, റിപ്പീറ്റ്, ഓട്ടോഫിറ്റ്, മിൻമാക്സ്, 300px, 1FR. ബാക്ക് കോട്ട് എന്നത് വ്യത്യസ്ത സ്ക്രീൻ സൈസുകളിൽ ഫ്ലെക്സിബിൾ ലേഔട്ട് ഉറപ്പാക്കുന്നു. ബാക്ക് കോട്ട് ഫ്ലെക്സ് ബോക്സ് ബാക്ക് കോട്ട് സ്കിൽസ് സെക്ഷനിൽ ഉപയോഗിച്ചു. ബാക്ക് കോട്ട് ഡിസ്പ്ലേ ഫ്ലെക്സ് ബാക്ക് കോട്ട് ഉപയോഗിച്ച് ടാഗുകൾ ഒരു വരിയിൽ ക്രമീകരിച്ചു. ബാക്ക് കോട്ട് ബോക്സ് ഷാഡോ 010px 20px RGBA 000.0.1. ബാക്ക് കോട്ട് ഉപയോഗിച്ച് കാർഡുകൾക്ക് 3D ഇഫക്റ്റ് നൽകി. CSSലെ ബാക്ക് കോട്ട് ബോർഡർ റേഡിയസ് 15px ബാക്ക് കോട്ട് കാർഡുകൾക്ക് മിനുസമാർന്ന മൂലകൾ നൽകുന്നു. ഇത് ഡിസൈനിനെ മോഡേൺ ആക്കുന്നു. ഇനി ബ്രൗസറിൽ വെബ്സൈറ്റ് തുറക്കാം. ഹെഡറിൽ എന്റെ പേര്, ഡിസൈനർ എന്ന പൊസിഷൻ, കോഴിക്കോട് എന്ന സ്ഥലം എന്നിവ കാണാം. ബാക്ക് കോട്ട് വ്യൂ പ്രോജക്ട്സ് ബാക്ക് കോട്ട് എന്ന CTA ബട്ടൺ ഉണ്ട്. ഹോവർ ചെയ്യുമ്പോൾ ബാക്ക് കോട്ട് ബാക്ക്ഗ്രൗണ്ട് ബാക്ക് കോട്ട് #6A11 CB ബാക്ക് കോട്ട് മുതൽ ബാക്ക് കോട്ട് #FF758 C ബാക്ക് കോട്ട് വരെ മാറുന്നു. പ്രോജക്റ്റ് സെക്ഷനിൽ 3 പ്രോജക്റ്റുകളുണ്ട്. പ്രോജക്റ്റ് 1 ഒരു റെസ്പോൺസീവ് വെബ് ആപ്പ്. പ്രോജക്റ്റ് 2 ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിനുള്ള മൊബൈൽ UI. പ്രോജക്റ്റ് 3 ഡാഷ്ബോർഡ് ഡിസൈൻ. ഓരോ കാർഡിലും ഒരു ഇമേജ് പ്ലേസ് ഹോൾഡർ ഉണ്ട്. ബാക്ക് കോട്ട് #FF9A9E ബാക്ക് കോട്ട് മുതൽ ബാക്ക് കോട്ട് #FAD0C4 ബാക്ക് കോട്ട് വരെയുള്ള ഗ്രേഡിയന്റ് ഓവർലേയോടെ ഹോവർ ചെയ്യുമ്പോൾ ബാക്ക് കോട്ട് ട്രാൻസ്ലേറ്റ് Y-10px ബാക്ക് കോട്ട് ഉപയോഗിച്ച് കാർഡ് മുകളിലേക്ക് നീങ്ങുന്നു. ബാക്ക് കോട്ട് ബോക്സ് ഷാഡോ ബാക്ക് കോട്ട് വർദ്ധിക്കുന്നു. സ്കിൽസ് സെക്ഷനിൽ ഫിഗ്മ, അഡോബ് XD, ജാവസ്ക്രിപ്റ്റ്, സ്കെച്ച്, പ്രിൻസിപ്പിൾസ് എന്നിവ ടാഗുകളായി കാണാം. ബാക്ക് കോട്ട് ഫ്ലെക്സ് ബോക്സ് ബാക്ക് കോട്ട് ഉപയോഗിച്ചാണ് ഈ ടാഗുകൾ ഒരു വരിയിൽ ക്രമീകരിച്ചത്. സോഷ്യൽ മീഡിയ ലിങ്കുകൾ ലിങ്ക്ഡ്ഇൻ, ട്വിറ്റർ, ഗിറ്റ്ഹബ് ഫൂട്ടറിന് താഴെയുണ്ട്. ഈ ഡിസൈൻ ലളിതവും വ്യക്തവുമാണ്. ക്ലീൻ ഡിസൈൻ തത്വങ്ങൾ പിന്തുടരുന്നു. ഇനി മൊബൈൽ വ്യൂ നോക്കാം. ക്രോം ദേവ് ടൂൾസിൽ 768ps 480px വ്യൂ പോർട്ടുകൾ പരീക്ഷിക്കാം. ബാക്ക് കോട്ട് @മീഡിയ ബാക്ക് കോട്ട് ക്വറികൾ ഉപയോഗിച്ചാണ് റെസ്പോൺസീവ് ഡിസൈൻ നിർമ്മിച്ചത്. 768pxന് താഴെ. ബാക്ക് കോട്ട് ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് 1FR ബാക്ക് കോട്ട് ഉപയോഗിച്ച് പ്രോജക്റ്റ് കാർഡുകൾ ഒറ്റ നിരയിലാണ്.
ഹെഡറിന്റെ ഫോണ്ട് സൈസ് 480 പിക്സലിൽ 1.8 എം 1 എം ആയി ചെറുതാക്കി. CTA ബട്ടൺ, സ്കിൽ ടാഗുകൾ എന്നിവയുടെ ബാക്ക് കോട്ട് പാഡിംഗ്. ബാക്ക് കോട്ട് ഉദാ. ബാക്ക് കോട്ട് 12px24px. ബാക്ക് കോട്ട് മൊബൈലിൽ ടച്ച് ഫ്രണ്ട്ലി ആക്കാൻ ഒപ്റ്റിമൈസ് ചെയ്തു. മൊബൈൽ റെസ്പോൺസിനെസ് വളരെ പ്രധാനമാണ്. കാരണം 60% ഉപയോക്താക്കൾ മൊബൈലിൽ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ മൊബൈൽ യൂസർമാർക്ക് എളുപ്പത്തിൽ ബട്ടണുകൾ ക്ലിക്ക് ചെയ്യാൻ കഴിയണം. ഈ വെബ്സൈറ്റിൽ ടച്ച് ഇന്ററാക്ഷനുകൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ ബാക്ക് കോട്ട് മെൻവിഡ്ത് ബാക്ക് കോട്ടവും ബാക്ക് കോട്ട് പാഡിംഗ് ബാക്ക് കോട്ടവും ശ്രദ്ധാപൂർവം ഉപയോഗിച്ചു. CSS ആനിമേഷനുകൾ വിശദമായി നോക്കാം. ബാക്ക് കോട്ട് അറ്റ് കീ ഫ്രെയിംസ് ഫേഡ് ഇൻ. ബാക്ക് കോട്ട് ഹെഡറിലെ ടെക്സ്റ്റിന് ബാക്ക് കോട്ട് ഒപ്പാസിറ്റി 0. ബാക്ക് കോട്ട് ടു ബാക്ക് കോട്ട് 1. ബാക്ക് കോട്ട്. ബാക്ക് കോട്ട് ട്രാൻസ്ഫോം ട്രാൻസ്ലേറ്റ് y-20px. ബാക്ക് കോട്ട് ടു ബാക്ക് കോട്ട് 0. ബാക്ക് കോട്ട് എന്ന സ്മൂത്ത് എൻട്രി ഇഫക്റ്റ് നൽകുന്നു. ബാക്ക് കോട്ട് പൾസ്. ബാക്ക് കോട്ട് ആനിമേഷൻ ഹെഡറിന്റെ ബാക്ക്ഗ്രൗണ്ടിന് ബാക്ക് കോട്ട് സ്കെയിൽ 1. ബാക്ക് കോട്ട് ടു ബാക്ക് കോട്ട് സ്കെയിൽ 1.1. ബാക്ക് കോട്ട് എന്ന ഡൈനാമിക് ഇഫക്റ്റ് നൽകുന്നു. ബാക്ക് കോട്ട് ബൗൺസ് ഇൻ. ബാക്ക് കോട്ട് സ്കിൽ ടാഗുകൾ ലോഡ് ആകുമ്പോൾ ബാക്ക് കോട്ട് സ്കെയിൽ 0.5. ബാക്ക് കോട്ട് ടു ബാക്ക് കോട്ട് സ്കെയിൽ 1. ബാക്ക് കോട്ട് എന്ന ബൗൺസ് ഇഫക്റ്റ് കാണിക്കുന്നു. CTA ബട്ടണിൽ ബാക്ക് കോട്ട് കളർ ചേഞ്ച്. ബാക്ക് കോട്ട് ആനിമേഷൻ ഹോവർ ചെയ്യുമ്പോൾ ബാക്ക് കോട്ട് #6A11CB. ബാക്ക് കോട്ട് ടു ബാക്ക് കോട്ട് #FF758C. ബാക്ക് കോട്ട് എന്ന കളർ മാറ്റം സൃഷ്ടിക്കുന്നു. ആനിമേഷനുകൾ യൂസർ ഇന്ററാക്ഷൻ മെച്ചപ്പെടുത്തുന്നു, പക്ഷേ അമിതമായി ഉപയോഗിക്കരുത്. ഉദാഹരണത്തിന്, ഒരു ഇ-കൊമേഴ്സ് സൈറ്റിൽ സബ്റ്റിൽ ആനിമേഷനുകൾ യൂസർ ശ്രദ്ധ ആകർഷിക്കുന്നു, എന്നാൽ ഓവർ ആനിമേഷൻ ലോഡിംഗ് സമയം കൂട്ടാം. വിദ്യാഭ്യാസ സെക്ഷനിൽ എന്റെ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് 2020. കാസറ്റ്. ഇത് എന്റെ യോഗ്യതകൾ പ്രദർശിപ്പിക്കാൻ സഹായിക്കുന്നു. സോഷ്യൽ മീഡിയ സെക്ഷനിൽ linkedin.com/in/Mohammed Ashik. twitter.com/aship. github.com/Mohammed Ashik. ലിങ്കുകൾ ചേർത്തിട്ടുണ്ട്. ഡിസൈനിൽ ലളിത, യൂസർ ഫ്രണ്ട്ലിനെസ്, വിഷ്വൽ അപ്പീൽ എന്നിവ പ്രധാനമാണ്. പുതിയ ഡിസൈനർമാർക്ക് ഫിഗ്മയിൽ പ്രോട്ടോടൈപ്പിംഗ് പഠിക്കുക. കളർ തിയറി ഉദാ. കോംപ്ലിമെന്ററി കളേഴ്സ്. ടൈപ്പോഗ്രഫി ഉദാ. സാൻസ് സെറഫ് ഫോണ്ടുകൾ മനസ്സിലാക്കുക. യൂസർ ടെസ്റ്റിംഗിനായി ഗൂഗിൾ ഫോംസ് ഉപയോഗിച്ച് ഫീഡ്ബാക്ക് ശേഖരിക്കാം. വേഴ്സസ് കോഡ്. ക്രോം ദേവ് ടൂൾസ് തുടങ്ങിയ ടൂളുകൾ ഉപയോഗിച്ചാണ് ഈ കോഡ് എഡിറ്റ് ചെയ്തത്. ഈ വെബ്സൈറ്റ് നിന്റെ പോർട്ട്ഫോളിയോക്ക് ഒരു മാതൃകയാണ്. കൂടുതൽ പഠനത്തിന് ഡ്രിബിൾ, ബിഹാൻസ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ പരിശോധിക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, നിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. നന്ദി. വീണ്ടും കാണാം. കൂപ്പുകൈ.